നമസ്കാരം. തെന്നിന്ത്യൻ മുഴുവൻ ആരാധകരുള്ള നടനാണ് വിജയ്. കേരളത്തിൽ പോലും ഒരുപാട് ആളുകൾക്ക് സ്വന്തം വീട്ടിലെ കുടുംബാംഗത്തെ പോലെയായിരുന്നു താരം. നടൻ കേരളം സന്ദർശിക്കാൻ എത്തുമ്പോഴെല്ലാം ഗംഭീരമായ സ്വീകരണമാണ് മലയാളികൾ നൽകിയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ 3-4 ദിവസങ്ങൾ കൊണ്ട് തെന്നിന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹേറ്റ് ഏറ്റുവാങ്ങുന്ന പട്ടികയിലേക്ക് വിജയ് എന്ന നടൻ എത്തിയിരിക്കുന്നു. വിജയ് തന്റെ ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ കോടതിയിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് എന്തായാലും പുതിയ റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്. വിജയ് ഭാര്യ സംഗീത സ്വർണ്ണലിംഗവുമായി കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പിനും നടൻ ശ്രമിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇരുവരും പലതവണ ചർച്ചകൾ നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ ഒത്തുതീർപ്പിന്റെ ഭാഗമായി 250 കോടി രൂപയുടെ വലിയൊരു നഷ്ടപരിഹാര തുക വാഗ്ദാനം ചെയ്യാനാണ് വിജയ് ചർച്ച നടത്തുന്നത്. ഈ ഭീമമായ തുക സംഗീതയ്ക്കും മക്കളായ ജേസൺ സഞ്ജയ്ക്കും ദിവ്യസാക്ഷിക്കും വേണ്ടിയുള്ളതാണ്. എന്നാൽ തുകയുടെ വിതരണ വിവരങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. കുടുംബത്തിന്റെ അന്തസ്സും സ്വകാര്യതയും കാത്തുസൂക്ഷിക്കാനാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തൽ. ഇരു കക്ഷികളും ധാരണയിലെത്തിയാൽ നിലവിലുള്ള വിവാഹമോചന ഹർജി പിൻവലിക്കാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വിജയുടെ ഭാര്യ സംഗീതയുടേതായിരിക്കും. അവർ വഴങ്ങിയില്ലെങ്കിൽ നിയമ വ്യവഹാരങ്ങൾ വിജയ്ക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കും. തൃഷയുടെ പേരിൽ തമിഴ്നാട് മുഴുവൻ വൻ ചർച്ചകളും വിവാദങ്ങളുമാണ് നടക്കുന്നത്. വിജയുടെ ഭാര്യ സംഗീത സ്വർണ്ണലിംഗം ഭർത്താവിനൊരു നടിയുമായി അവിഹിത ബന്ധമുണ്ട് എന്ന് ആരോപിച്ചതിന് പിന്നാലെ തൃഷയ്ക്കൊപ്പം വിജയ് ഒരു വിവാഹ പാർട്ടിയിൽ പങ്കെടുത്തതോടെയാണ് പ്രശ്നങ്ങൾ ആളിക്കത്തിയത്. വിഷയത്തിൽ സിനിമ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാം പ്രതികരിച്ചു. അതിൽ പാർത്ഥിബന്റെ വാക്കുകൾ മാത്രമാണ് തൃഷയെ ഏറ്റവും അധികം ബാധിച്ചത്. അതിനോട് മാത്രം നടി പ്രതികരിക്കുകയും ചെയ്തു. തൃഷയുടെ നിശ്ചയം ഉറപ്പിച്ച കല്യാണം മുടങ്ങിയതിന് പിന്നിലെ കാരണവും പല നടന്മാരുമായി തൃഷയ്ക്ക് ഉണ്ടായിരുന്ന പ്രണയ ഗോസിപ്പുകളും. മുൻ അഭിമുഖങ്ങളിൽ ജയലളിതയെ പോലെയാവണം, മുഖ്യമന്ത്രിയാവണം എന്നൊക്കെ തൃഷ പറഞ്ഞതുൾപ്പെടെ ഗായിക സുചിത്ര തൃഷ ബൈസെക്ഷൽ ആണെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പരത്തി. ഒന്നിനോടും തൃഷ കൃഷ്ണൻ പ്രതികരിച്ചിട്ടില്ല. തമിഴ്നാട് രാഷ്ട്രീയവും സിനിമയും പൊതുജനങ്ങളും തൃഷയുടെ പേരിൽ ഗംഭീര ചർച്ചകൾ നടത്തുമ്പോൾ ഇതൊന്നും തന്നെ വ്യക്തിപരമായി ബാധിക്കുന്നില്ല എന്ന മട്ടിലാണ് തൃഷയുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ്. തന്റെ നായയുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയെങ്കിൽ ഇപ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം പാർട്ടി ചെയ്യുന്ന ഫോട്ടോകളാണ് പങ്കുവച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്യാപ്ഷനുകളൊന്നും നൽകിയിട്ടില്ല. ഏതൊരവസ്ഥയിലും സുഹൃത്തുക്കളുടെ പിന്തുണയുണ്ടെന്നും താൻ ജീവിതം അടിച്ചു പൊളിക്കുകയാണെന്നും കാണിക്കുന്ന വിധമാണ് ചിത്രങ്ങൾ. സുഹൃത്തുക്കളാൽ സമ്പന്നമാണ് ജീവിതം, ഒരിക്കലും ഒറ്റയ്ക്കുള്ള ലൈഫ് ബോർ അടിക്കുന്നില്ല എന്നും തൃഷ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഷൂട്ടിംഗ് തിരക്കുകൾ കഴിഞ്ഞാൽ ഗേൾസ് ട്രിപ്പുകൾക്കാണ് തൃഷ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത്. കരിയറിലേക്ക് നോക്കിയാൽ തഗ് ലൈഫ് എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിൽ തൃഷയുടേതായി പുറത്തിറങ്ങിയത്. സൂര്യനായകനായ കറുപ്പ് എന്ന ചിത്രത്തിലാണ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത്. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വിശ്വഭാര എന്ന തെലുങ്ക് ചിത്രമാണ് തൃഷ കരാർ ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രൊജക്ട്. അതേസമയം സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന വിജയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകളും വിവാദങ്ങളും ഒക്കെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി. ഭാര്യ സംഗീത വിജയ്ക്കെതിരെ അവിഹിതം ആരോപിച്ച് ഡിവോഴ്സ് കേസ് കൊടുത്തതും വിജയ് തൃഷ കൃഷ്ണനൊപ്പം വിവാഹ പാർട്ടിയിൽ പങ്കെടുത്തതും എല്ലാം ഇപ്പോഴും അവസാനിക്കാത്ത ചർച്ചകളായി മാറുന്നു. ഈ സാഹചര്യത്തിൽ ഇതാ മകൻ ജേസൺ സഞ്ജയ് അച്ഛനെ പൂർണ്ണമായും ഒഴിവാക്കിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. സന്ദീപ് കിഷനെ നായകനാക്കി സിഗ്മ എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് സിനിമാ ലോകത്തേക്ക് അരങ്ങേറ്റത്തിനൊരുങ്ങുകയാണ് 25-കാരനായ മകൻ ജേസൺ. ഇതുവരെ താരപുത്രന്റെ മുഴുവൻ പേര് അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും ചേർത്ത് ജേസൺ സഞ്ജയ് വി എന്നായിരുന്നു. എന്നാൽ നിലവിലെ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്റെ പ്രൊഫഷണൽ പേരിൽ നിന്ന് വി വെട്ടിമാറ്റി പകരം അമ്മ സംഗീതയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരമായ എസ് എന്ന് ചേർത്തു. ജേസൺ സഞ്ജയ് എസ് എന്നാക്കി എന്നാണ് റിപ്പോർട്ടുകൾ. വിജയ്ക്ക് ആരോപണ വിധേയനായ നടിയുമായി ബന്ധമുണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ മകനും അച്ഛനും തമ്മിൽ വലിയൊരു വഴക്ക് നടന്നുവെന്നും സഞ്ജയ് വീട് വിട്ടിറങ്ങാൻ അതാണ് കാരണമെന്നും നേരത്തെ പല തമിഴ് മാധ്യമങ്ങളിലും വാർത്ത വന്നിരുന്നു. അതേസമയം അമ്മയ്ക്കും സഹോദരിക്കും ശക്തമായ പിന്തുണയുമായി സഞ്ജയ് കൂടെയുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ വന്നത്. സംഗീതയ്ക്കൊപ്പമുള്ള എയർപോർട്ട് ഫോട്ടോകളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്നാൽ പ്രചരിക്കുന്നത് തീർത്തും അടിസ്ഥാനരഹിതമായ കാര്യമാണെന്ന് വിജയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. ജേസൺ സഞ്ജയ് എന്ന് മാത്രമാണ് മകന്റെ പേര്. അതിനൊപ്പം വി എന്ന് ഇതുവരെയും ചേർക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ അത് വി അല്ല, ജെ എന്ന് മാത്രമേ വരികയുള്ളൂ എന്ന് പിന്തുണയ്ക്കുന്നവർ പറയുന്നു. സർനെയിമായ വി സഞ്ജയ് മാറ്റി എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ വിജയുടെ മുഴുവൻ പേര് ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്നാണ്. വിജയ് എന്നത് മിഡിൽ നെയിമാണ്. അതാരും മക്കൾക്ക് സർനെയിം ആയി വെക്കില്ല എന്നാണ് പിന്തുണയ്ക്കുന്നവരുടെ വാദം. എന്തായാലും വിജയും തൃഷയും രഹസ്യമായി വിവാഹിതരായി എന്നുള്ള പ്രചാരണവും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഇരുവരുടെയും വിവാഹത്തിന്റെ ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട്. ഇരുവരും വിവാഹവേഷത്തിൽ മാലയണിഞ്ഞു നിൽക്കുന്നതായിരുന്നു ചിത്രം. ഇത് തമിഴ് സിനിമാ ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ചു. നെറ്റിയിൽ വിഭൂതി ചാർത്തി പട്ടും മുണ്ടും ധരിച്ച് വിജയും ചുവന്ന പട്ടുസാരിയും ആഭരണങ്ങളും അണിഞ്ഞ് തൃഷയും ചിത്രത്തിലുണ്ടായിരുന്നു. ഇരുവരും പരസ്പരം മാലയിട്ടിരിക്കുന്നത് കണ്ടവർക്കിടയിൽ ഒരു രഹസ്യ വിവാഹം നടന്നുവെന്ന ധാരണ ശക്തമായിരുന്നു. എന്നാൽ AI സഹായത്തോടെ നിർമ്മിച്ച ചിത്രമാണ് സത്യമെന്ന തരത്തിൽ പ്രചരിക്കപ്പെട്ടത്. ചിത്രത്തോടൊപ്പം നൽകിയ അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ബ്രേക്കിംഗ്, വിജയ് തലപതിയും തൃഷ കൃഷ്ണയും മാർച്ച് 9 ചെന്നൈയിൽ വെച്ച് ഒരു സ്വകാര്യ ചടങ്ങിൽ വിവാഹിതരായി. അവരുടെ വിവാഹ ചടങ്ങിൽ നിന്നുള്ള ഈ ചിത്രം ഇന്റർനെറ്റിലും പ്രധാന സാമൂഹ്യ മാധ്യമങ്ങളിലും തരംഗമായി. രജനീകാന്ത്, കമൽഹാസൻ, അജിത് കുമാർ, സൂര്യ, ശ്രുതിഹാസൻ, പൂജ ഹെഗ്ഡെ, ധനുഷ് എന്നിവരുൾപ്പെടെ പ്രമുഖ താരങ്ങൾ അതിഥികളായി പങ്കെടുത്തു.
ഡെവൈമേഷൻ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് ചിത്രം പ്രചരിച്ചത്. നിരവധി പേർ ഇത് യഥാർത്ഥത്തിലുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ച് ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വ്യാജ ചിത്രങ്ങൾ നിർമ്മിക്കുന്നത് വർദ്ധിച്ചു വരികയാണ്. പ്രചരിച്ച ചിത്രത്തോടൊപ്പം നൽകിയിരിക്കുന്ന അടിക്കുറിപ്പിൽ ഈ ചിത്രം വിനോദത്തിന് വേണ്ടി ഒരു ആരാധകൻ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്, വിവരങ്ങളുടെ തെറ്റായ പ്രചാരണത്തിനോ വ്യക്തികളുടെ അനാദരവിനോ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം വിജയ് സംഗീത വിവാഹമോചനത്തിന് ശേഷം തൃഷയുമായുള്ള വിവാഹം ഉണ്ടായേക്കുമെന്ന് സൂചനയുണ്ട്. തങ്ങളുടെ ബന്ധം സംബന്ധിച്ച് ഇരുവരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സംഗീതയ്ക്ക് വൻ തുക വിജയ് ജീവനാംശമായി നൽകിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം അത് ശരിവെക്കുന്ന രീതിയിൽ തൃഷ തന്നെ പലപ്പോഴായി പോസ്റ്റുകളും ഫോട്ടോകളും പങ്കുവച്ചിട്ടുണ്ട്. സംഗീത വിവാഹമോചന ഹർജി സമർപ്പിച്ചുവെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വിജയ്ക്കും തൃഷയ്ക്കുമെതിരെ സിനിമാ പ്രേമികളും ആരാധകരും തിരിഞ്ഞിരുന്നു. നടന്റെ ജെന്റിൽമാൻ, ഫാമിലി മാൻ ഇമേജുകളും തകർന്നടിയുന്ന കാഴ്ചയും പ്രേക്ഷകർ കണ്ടു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചാനലുകളിലും നടക്കുന്ന ബഹളങ്ങളും ചർച്ചകളും ഒന്നും വിജയെയും തൃഷയെയും ഒരു തരിമ്പ് പോലും ബാധിച്ചിട്ടില്ല. അതിന് ഉദാഹരണമായിരുന്നു നേരത്തെ പുറത്തു വന്ന വീഡിയോകൾ. വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ തൃഷയ്ക്കൊപ്പം പൊതുവേദിയിൽ നടൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു. നിർമ്മാതാവ് കൽപ്പാത്തി S. സുരേഷിന്റെയും മീനാക്ഷി സുരേഷിന്റെയും മകന്റെ വിവാഹ സൽക്കാരത്തിൽ വിജയും തൃഷയും പങ്കെടുത്തിരുന്നു. ഇരുവരും വിവാഹ സൽക്കാരം നടക്കുന്ന ഇടത്തേക്ക് ഒരേ കാറിൽ നവദമ്പതികളെ പോലെ വന്നിറങ്ങുന്ന ദൃശ്യങ്ങളും വൈറലായി. ഗോൾഡൻ നിറത്തിലുള്ള കസവുമുണ്ടും ഷർട്ടുമായിരുന്നു വിജയുടെ വേഷം. വിജയുടെ വസ്ത്രത്തിന് മാച്ചാകുന്ന തരത്തിൽ ഗോൾഡൻ നിറത്തിലുള്ള സിൽക്ക് സാരിയായിരുന്നു തൃഷ ധരിച്ചത്. ഇരുവരും ഒരുമിച്ച് നവദമ്പതികൾക്ക് ആശംസകൾ നേരുന്നതും ബൊക്കെ കൈമാറുന്നതും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതും വൈറൽ വീഡിയോയിൽ കാണാമായിരുന്നു. ഇനി ഒളിപ്പിക്കാൻ ഒന്നുമില്ലെന്ന മുഖഭാവമായിരുന്നു തൃഷയ്ക്കും വിജയ്ക്കും. വീഡിയോ വൈറലായതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ഈ വീഡിയോ കാണും വരെ എല്ലാം വെറും ഗോസിപ്പ് മാത്രമായി തീരണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും, എന്നാൽ തൃഷയ്ക്കൊപ്പം പുഞ്ചിരിയുമായി വിജയ് നിൽക്കുന്നത് കണ്ടപ്പോൾ നടനോട് ഇതുവരെ തോന്നിയ എല്ലാ ബഹുമാനവും നഷ്ടപ്പെട്ടുവെന്നും ചിലർ രോഷം പ്രകടിപ്പിച്ചു കുറിച്ചു. വിജയ്ക്കൊപ്പമുള്ള ഫോട്ടോകൾ ഇടയ്ക്കിടെ തൃഷ പങ്കുവയ്ക്കാറുണ്ടായിരുന്നുവെങ്കിലും ഗോസിപ്പുകൾ ആരംഭിച്ച ശേഷം കപ്പിളിനെ പോലെ ഇരുവരും പൊതുവേദിയിൽ എത്തുന്നത് ഇതാദ്യമാണ്. ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്കിടയിൽ ഇത് നിങ്ങൾക്ക് ആവശ്യമായിരുന്നോ തലൈവ? എന്തൊക്കെ പറഞ്ഞാലും ദളപതിയുടെ ധൈര്യം സമ്മതിച്ചേ മതിയാകൂ. മറ്റൊരു ജയൻ രവിയെയും കനീഷയെയും കണ്ടതുപോലെ തോന്നുന്നു. തലവൻ മാസ് MGRനെ പോലെയായിരിക്കുമെന്ന് പറഞ്ഞപ്പോഴേ ഇതൊക്കെ ഊഹിക്കണമായിരുന്നു. ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു. പഠിക്കൽ കൊണ്ടുപോയി കലമുടച്ചതുപോലെയായി. ഭാര്യയെ വഞ്ചിച്ചതും പോരാഞ്ഞ് ഇത്തരം പ്രവൃത്തികൾ നോർമലൈസ് ചെയ്യുന്ന പ്രവൃത്തിയാണ് വിജയ് കാണിച്ചു കൂട്ടുന്നത് എന്നിങ്ങനെ നീളുന്നു കമന്റ് ബോക്സിൽ പ്രത്യക്ഷപ്പെട്ട പ്രതികരണങ്ങൾ. സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത ശേഷം കമന്റ് ബോക്സ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് തൃഷ. വിജയ് സംഗീത ദാമ്പത്യം തകർത്തതിന്റെ ദേഷ്യം വിജയ് ആരാധകർ തീർത്തത് നടിയുടെ കമന്റ് ബോക്സിലാണ്.